ഈസ്റ്റ് ബംഗാളിനോട് നേടിയ വാല്യുബിൾ പോയിന്റിന് ശേഷം ഇതാ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലേക്ക് തിരിച്ചു വരികയാണ്. പഞ്ചാബ് FC ആണ് ശനിയാഴ്ച നമ്മൾ നേരിടാൻ പോകുന്നത്. ഈ ഒരു മത്സരം എന്തായാലും ഡിഫിക്കൽട്ട് ആയിരിക്കും. കഴിഞ്ഞ മാച്ചിൽ നമ്മളൊരു ഡ്രോ നേടിയെന്ന് കരുതി ഈ ഒരു മത്സരത്തിൽ ഒരു വിജയമൊക്കെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾക്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും സന്തോഷം നൽകുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. പഞ്ചാബിന്റെ അവസാന മത്സരത്തിൽ എഫിയോങ്ങിനെ ആക്ച്വലി ക്രിസ്റ്റൽ ജോൺ ഒരു റെഡ് കാർഡ് നൽകി പുറത്താക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എഫിയോങ് ഈ മത്സരത്തിൽ കളിക്കില്ല. പഞ്ചാബിന്റെ അറ്റാക്ക് ലീഡ് ചെയ്യുന്നത് ഒരുപക്ഷെ വില്യം ഒസൂജി തന്നെയായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം എഫിയോങ് എങ്ങനത്തെ സ്ട്രൈക്കർ ആണെന്ന് നമുക്കറിയാം. ഈ സീസണിൽ പഞ്ചാബ് അടിച്ചിരിക്കുന്ന എല്ലാ ഗോളുകളും എഫിയോങ്ങിന്റെ ബൂട്ടിൽ നിന്നാണ് പിറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലെയർ ഇല്ലാത്തത് അതവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പഞ്ചാബിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നല്ലൊരു പ്രോജക്റ്റ് ആണ്, നല്ല പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ച ആ ഒരു ലെവലിന്റെ അത്രയും അറ്റ്ലീസ്റ്റ് ഇൻ ടേംസ് ഓഫ് റിസൾട്ട്സ് അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. പല മത്സരങ്ങളിലും പാച്ചസിൽ അവർ നല്ലോണം കളിച്ചിട്ടുണ്ട്. പക്ഷെ ത്രൂ ഔട്ട് ഒരു 90 മിനിറ്റ് പ്രോപ്പർ പെർഫോമൻസ് വന്നത് ഒരുപക്ഷെ ആ ഒരു ബംഗളൂരു FC-ക്കെതിരെയുള്ള ആ ഒരു ജയത്തിൽ മാത്രമായിരിക്കാം. ആ ഒരു റിസൾട്ടിൽ നമുക്ക് ആ ടീമിന്റെ ക്വാളിറ്റി മനസ്സിലായി. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായില്ലെങ്കിൽ ഈ ഒരു ചുരുങ്ങിയ സീസണിൽ അവർക്ക് എത്രത്തോളം ടോപ്പ് 4ലേക്ക് പുഷ് ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണ്. രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ ഒരു ജയം നേടുക എന്നുള്ളത് അവരുടെ സീസൺ ഒരു റൈറ്റ് ഡയറക്ഷനിലേക്ക് പിവട്ട് ചെയ്യാനുള്ള വലിയൊരു ചാൻസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ മത്സരം ജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, അതിനുള്ള ഉത്തരം എൻ്റെ മനസ്സിൽ നമ്മൾ പിച്ചിൽ നമ്മുടെ പ്ലെയർ ബാറ്റിലുകൾ വിൻ ചെയ്യുക എന്നുള്ളതാണ്. ക്വാളിറ്റി ആയിക്കോട്ടെ, ഫുട്ബോളിംഗ് എബിലിറ്റി ആയിക്കോട്ടെ, നമ്മുടെ ടീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പഞ്ചാബ് ഒരു പടി മുന്നിലാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിനായിട്ട് നമ്മുടെ പ്ലെയേഴ്സ് പിച്ചിലിറങ്ങുമ്പോൾ പഞ്ചാബിന്റെ പ്ലെയേഴ്സ് ആയിട്ടുള്ള കുറെ 1-on-1 മാച്ചപ്പുകളുണ്ട്. ആ ഇൻഡിവിജ്വൽ ബാറ്റിലുകൾ നമ്മുടെ പ്ലെയേഴ്സ് ജയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 key battles Kerala Blasters must win to beat Punjab FC. ഓബ്വിയസ്ലി എഫിയോങ് ഈ മത്സരത്തിൽ സസ്പെൻഡഡ് ആയിരുന്നില്ലെങ്കിൽ ഏറ്റവും വലിയ ബാറ്റിൽ എഫിയോങ്ങും ഫാലു എൻജോയും തമ്മിലായിരുന്നേനെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫോർ പഞ്ചാബ്, മേ ബി ഫോർച്ചുനേറ്റ്ലി ഫോർ അസ്, പുള്ളി ഈ മത്സരത്തിൽ കളിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും പിച്ചിൽ വേറെ 3 ഇതുപോലത്തെ കിഡിലൻ ബാറ്റിലുകളുണ്ട്. ആ ബാറ്റിലുകളിൽ നമ്മുടെ പ്ലെയേഴ്സിന് മുന്നിലെത്താനായി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ചാൻസ് ഉണ്ട്. ഒട്ടും വൈകിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ മോസ്റ്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയർ പഞ്ചാബിനെതിരെ നേരിടാൻ പോകുന്ന ചാലഞ്ചിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. നമുക്കറിയാം എബിൻ ദാസ് ആണ് നമ്മുടെ ടീം അടിച്ചിരിക്കുന്ന 2 ഗോളിനും വഴിയൊരുക്കിയിട്ടുള്ള പ്ലെയർ. ഓരോ മത്സരം കഴിയുന്തോറും എബിന്റെ കോൺഫിഡൻസ് കൂടി വരികയാണ്. നമ്മുടെ ടീമിൽ എബിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ചുമതലയുണ്ടല്ലോ, ഒരു അഡ്വാൻസ്ഡ് മിഡ്ഫീൽഡ് റോളിൽ ഒരു ക്രിയേറ്റീവ് പ്ലെയർ ആയിട്ട് കളിക്കുക എന്നുള്ള ആ ഒരു ഡ്യൂട്ടി ഇത്രയും ഭംഗിയായിട്ട് ഈ സീസൺ നമ്മുടെ ടീമിൽ വേറെ ഒരു പ്ലെയറും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം എബിനെ പോലൊരു പ്ലെയറിന് ടൈമും സ്പേസും നൽകുകയാണെങ്കിൽ അവൻ കളിക്കുന്ന പാസുകളും അവൻ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പണിങ്ങുകളും അവരുടെ ഡിഫൻസിനെ പ്രതിസന്ധിയിലാക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ ഡിഫൻസിന്റെ മുമ്പിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ടല്ലോ, ആ സ്ക്രീനായിട്ട് പ്രവർത്തിക്കുന്ന പ്ലെയേഴ്സ്, അവർക്കായിരിക്കും എബിനെ പൂട്ടാനുള്ള ചുമതല. നിഖിൽ പ്രഭു അവിടെ കളിച്ചിരുന്നെങ്കിൽ നമുക്കറിയാം എബിന് അത് ഭയങ്കര വലിയൊരു ചാലഞ്ച് ആയിരുന്നേനെ. പക്ഷേ ഈ സീസണിൽ നിഖിൽ പ്രഭുവിന് കുറച്ച് ഫിറ്റ്നസ് ഇഷ്യൂസ് ഉണ്ട്. അത് മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചില്ല. ആ മത്സരത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ പഞ്ചാബ് കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്തു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു റിക്കവറി അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റ് എത്രത്തോളം ഈ പ്ലെയറിന് ലഭിച്ചിട്ടുണ്ടെന്നും അറിയില്ല. നിഖിൽ പ്രഭു ഇല്ലെങ്കിലും ആ ഒരു നമ്പർ 6ന്റെ റോള് വളരെ ഭംഗിയായിട്ട് പഞ്ചാബിന്റെ മിഡ്ഫീൽഡിൽ ഈ സീസൺ ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണ് റിക്കി ഷബോങ്. റിക്കി ഷബോങ് ഈ സീസണിലെ എല്ലാ മത്സരങ്ങളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിലും ആ മിഡ്ഫീൽഡിൽ എബിനെതിരെ റിക്കി ഷബോങ് കളിക്കും എന്നുള്ളതിൽ സംശയമില്ല. ടീമിന് വേണ്ടി ഡേർട്ടി വർക്ക് ചെയ്യുന്നതിൽ ഒരു മടിയില്ലാത്തൊരു പ്ലെയർ ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പോണന്റുകളെ ചേസ് ചെയ്യുക, അവരെ അൺസെറ്റിൽ ചെയ്യുക, ബോൾ പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് വിൻ ചെയ്യുക, ഈ കാര്യങ്ങളിലൊക്കെ ഒരുപാട് എന്തൂസിയാസം ഉള്ള ഒരു പ്ലെയർ ആണ് ഷബോങ്. അതുകൊണ്ട് തന്നെ എബിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഫ്രീഡം നൽകാതിരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഷബോങ്ങിന്റെ മെയിൻ ഡ്യൂട്ടി. നമ്മുടെ മിഡ്ഫീൽഡിലും എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പ്ലെയർ ഇല്ലാത്തത് തന്നെയാണ്. ബോൾ ആര് വിൻ ചെയ്യും, ഒപ്പോണന്റിന്റെ പോയി അങ്ങനെ ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് അവരെ ഇങ്ങനെ
തുരുതുരാ പുറകെ നടന്ന് പ്രഷറൈസ് ചെയ്ത് ഭയങ്കര പെർസിസ്റ്റന്റ് ആയിട്ട് ആ ബോൾ തിരിച്ചു മേടിക്കാനുള്ള ഒരു എന്തൂസിയാസം കാണിക്കുന്ന ഒരു പ്ലെയർ നമ്മുടെ മിഡ്ഫീൽഡിൽ ഇല്ലെന്നാണ് ഈ സീസൺ ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലത്തെ ഒരു പ്ലെയർ ആണ് എന്തായാലും റിക്കി ഷബോങ്. അതുകൊണ്ട് തന്നെ റിക്കി ഷബോങ്ങും എബിൻ ദാസും തമ്മിൽ മിഡ്ഫീൽഡിലുള്ള ആ ഒരു ബാറ്റിൽ ആര് ജയിക്കുന്നോ അയാൾ തന്റെ ടീമിന് ഒരു വലിയ മുൻതൂക്കം നൽകും. അടുത്ത പ്ലെയർ ബാറ്റിൽ ഒരു കംപ്ലീറ്റ് മലയാളി പോരാട്ടമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പഞ്ചാബിന്റെ സെന്റർ ബാക്ക് ആയ ബിജോയും നമ്മുടെ സെന്റർ ഫോർവേഡ് ആയ മുഹമ്മദ് അജ്സലും. ഈ ഒരു ബാറ്റിൽ ആക്ച്വലി രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാഡമി ഗ്രാജുവേറ്റുകൾ തമ്മിലുള്ള ബാറ്റിലൂടെയാണ്. ബിജോയിനെ കുറിച്ച് പഞ്ചാബിന്റെ ആദ്യ മത്സരത്തിന് ശേഷം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ആ ഒരു കരിയർ പതുക്കെ പതുക്കെ ബാക്ക് ഓൺ ട്രാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ഫീലിംഗിലാണ്. ഒബ്വിയസ്ലി കേരള ബ്ലാസ്റ്റേഴ്സിൽ അത് പ്രതീക്ഷിച്ച പോലെ ആ ഒരു ടേക്ക് ഓഫ് സംഭവിച്ചില്ല. വീണ്ടും 1-2 ട്രാൻസ്ഫറുകൾക്കൊക്കെ ശേഷം ഇപ്പൊ പഞ്ചാബിൽ വന്നിട്ട് റെഗുലർ ആയിട്ട് അവരുടെ ഫസ്റ്റ് ചോയ്സ് സെന്റർ ബാക്ക് ആവാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനൊരു കോച്ചിന്റെ കൂടെ ഇങ്ങനൊരു ടീമിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മിനിറ്റ്സ് കളിക്കുമ്പോൾ എന്തായാലും ഈ പ്ലെയർ ഇംപ്രൂവ് ആവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ പ്ലെയർ ആ ഇംപ്രൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. ബിജോയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ ചുമതലകൾ ഏറെയാണ്. തന്റെ സെന്റർ ബാക്ക് പാർട്ണറായ പബ്ലോ സാന്റോസ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി വന്ന് പിന്മാറുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചിൽ ഒരു പക്ഷേ ബിജോയെ ആയിരിക്കാം ആ ഒരു മെയിൻ സെന്റർ ബാക്ക് ആയിട്ട് കളിക്കുന്നത്. കൂടെ കളിക്കുന്ന ആര് തന്നെയായാലും ഇതുവരെയുള്ള മത്സരങ്ങളിൽ ഇത്രയും റെഗുലർ ആയിട്ട് കളിച്ച ബിജോയ് ആയതുകൊണ്ട് തന്നെ ആ ഒരു മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ ഒരു സീനിയർ മോസ്റ്റ് റോള് ഈ ഒരു സെന്റർ ബാക്കിന് ഈ മത്സരത്തിൽ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെ കലൂരിൽ നേരിടുന്നു. തീർച്ചയായിട്ടും ആ പ്ലെയറിന്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടാവും. താൻ ഒരു ക്വാളിറ്റി സെന്റർ ബാക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഫയർ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. ഞാൻ അജ്സലിന്റെ കഴിഞ്ഞ പെർഫോമൻസിനെ കുറിച്ച് 1-2 കമന്റുകളൊക്കെ ഞാൻ വായിച്ചിരുന്നു. കളിയിൽ ത്രൂ ഔട്ട് അജ്സൽ അത്ര നന്നായിട്ട് കളിച്ചിരുന്നില്ല. അവസാനം ഈസ്റ്റ് ബംഗാൾ അജ്സലിനെ മാർക്ക് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ടൊരു ഫ്രീ ഹെഡറിലാണ് ആ ഒരു ഗോൾ വന്നതെന്നൊക്കെ. ഇതിന്റെ ബോട്ടം ലൈൻ ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയാം. ഇതിലൊന്നും വലിയ പ്രസക്തിയില്ല. ഈസ്റ്റ് ബംഗാളിനെ പോലൊരു ടീമിനെതിരെ എവേ ഫ്രം ഹോം അങ്ങനെ ഒരു മത്സരത്തിൽ നമ്മുടെ നമ്പർ 9 ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ അഡോപ്റ്റ് ചെയ്ത അപ്രോച്ച് എന്താണ്, നമ്മുടെ സ്ട്രാറ്റജി എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് അറിയാം. പിന്നെ ആ ഒരു ഹെഡർ, ആ ഒരു ഫ്രീ ഹെഡർ ആയിരുന്നെങ്കിൽ കൂടെ എത്ര തവണ ഇതിനു മുമ്പ് നമ്മുടെ ക്ലബിലും വേറെ ക്ലബ്ബുകളിലും ഒക്കെ ഫ്രീ ഹെഡറുകൾ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനുകൾ വന്നിട്ടുണ്ട്. മാർക്ക് ചെയ്തില്ല എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ ഹി സ്റ്റിൽ ഹാഡ് ടു ഫൈൻഡ് ദ ബാക്ക് ഓഫ് ദ നെറ്റ് ആൻഡ് ഹി ഡിഡ്. ഒരു സ്ട്രൈക്കറിനെ സംബന്ധിച്ചിടത്തോളം ആ ഗോൾ നേടുക എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് അതിന്റെ ഭംഗിയോ അതിന്റെ ഗ്ലാമറസ് പരിവേഷമോ ഒന്നും പ്രസക്തിയില്ല. എസ്പെഷ്യലി നമ്മളെപ്പോലൊരു ടീം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ആ ഗോൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമായിരുന്നു അവിടുത്തെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമുക്കൊരു പോയിന്റ് ലഭിച്ചു. തീർച്ചയായിട്ടും ആ ഒരു ഗോൾ അജ്സലിന് എന്തായാലും കോൺഫിഡൻസ് നൽകിയിട്ടുണ്ടാവും. ഈസ്റ്റ് ബംഗാൾ നൽകിയ പോലത്തെ അങ്ങനത്തെ ഒരു ഫ്രീ ചാൻസ് ഒന്നും ഒരുപക്ഷെ ഈ മത്സരത്തിൽ അജ്സലിന് ലഭിക്കില്ല. നമുക്കറിയാം ബിജോയൊക്കെ ഏരിയലി നല്ലോണം ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സെന്റർ ബാക്ക് ആണ്. പക്ഷെ ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഒരു ഗോൾ നൽകുന്ന കോൺഫിഡൻസ് അത് ഭയങ്കര വലുതാണ്. ചില സ്ട്രൈക്കേഴ്സിനൊക്കെ നമ്മൾ ലോക ഫുട്ബോളിലും എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. ഒരു ഗോളിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ആ ഗോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ തുടരെ ഒരുപാട് നല്ല പെർഫോമൻസുകൾ വരാൻ തുടങ്ങും. ഉദാഹരണം ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബെഞ്ചമിൻ ഷെഷ്കോനെ തന്നെ യുണൈറ്റഡിൽ നമുക്ക് എടുത്തു നോക്കാം. വന്നപ്പോൾ എങ്ങനെയായിരുന്നു നമുക്കറിയാം. ആ ഒരു ഗോളിന് വേണ്ടിയുള്ള സെർച്ചും കാര്യങ്ങളും ഒക്കെ കുറെ മത്സരങ്ങളിൽ നീണ്ടുപോയി. ഇപ്പൊ കണ്ടില്ലേ, എല്ലാ മത്സരത്തിലും ബെഞ്ചിൽ നിന്ന് ഇറങ്ങി ഗോൾ അടിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഗോൾ നൽകുന്ന കോൺഫിഡൻസ് ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. അതുകൊണ്ട് തന്നെ അജ്സലിന് ഈ ഒരു മത്സരത്തിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവട്ടെ. ബിക്കോസ് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബിജോയെ പോലൊരു സെന്റർ ബാക്കിനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡോമിനേറ്റ് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പ്രഷറിലെങ്കിലും ആക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ഒരു ഫുട്ബോൾ മത്സരമാണ്, നമുക്കറിയാം. ഏതെങ്കിലും ഒരു മൊമെന്റിൽ എവിടെന്നെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ നമ്മുടെ സ്ട്രൈക്കർ അവിടെ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ മത്സരത്തിൽ അജ്സൽ ആ 90-ാം മിനിറ്റിൽ കറക്റ്റ് അവിടെ ഉണ്ടായിരുന്നു, ക്യാപിറ്റലൈസും ചെയ്തു. ഈ ഒരു മത്സരത്തിലും ആ ത്രൂ ഔട്ട് കളിക്കാൻ പറ്റട്ടെ, അങ്ങനെ ഒരു അവസരത്തിനായി വെയിറ്റ് ചെയ്യാൻ പറ്റട്ടെ, അവസരം വന്നു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാൻ പറ്റട്ടെ. ഇനിയാണ് നമ്പർ 1 പ്ലെയർ ബാറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെ തോൽപ്പിക്കണമെങ്കിൽ ഈ ഒരു പഞ്ചാബ് പ്ലെയറിനെ പിടിച്ചു കെട്ടുക എന്നുള്ളത് ഒരു വലിയ ആവശ്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൽ ലുങ്ഡിമിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഈ സീസൺ മര്യാദയ്ക്ക് ഒബ്സർവ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഈ സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ് ഈ പ്ലെയർ. ആ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഇങ്ങർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അറ്റാക്ക് ചെയ്യാം, ഡിഫെൻഡ് ചെയ്യാം, ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് എനിക്ക് ഈ പ്ലെയറിനെ തോന്നിയിട്ടുള്ളത്. ശരിക്കും പഞ്ചാബിന് അഭിഷേക് മെയ്ത്തേനെ നഷ്ടമായെങ്കിലും ലുങ്ഡിം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വിടവ് അത്ര വലിയൊരു വീക്ക്നെസ് ആയിട്ടൊന്നും തോന്നുന്നേ ഇല്ല. ഈ പ്ലെയർ വളരെ സിമ്പിളായിട്ട് ആ ഒരു പൊസിഷൻ പുള്ളിയുടെ സ്വന്തമാക്കി കഴിഞ്ഞു.
തീർച്ചയായിട്ടും പഞ്ചാബിന്റെ ഈ സീസണിലെ ബെസ്റ്റ് ഇന്ത്യൻ പെർഫോമർ എന്ന് തന്നെ പറയാം. ഈ ഒരു മത്സരത്തിൽ പഞ്ചാബ് ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ട് നമുക്കറിയാം പഞ്ചാബിന്റെ ഹോം സ്റ്റേഡിയത്തിൽ എത്ര മോശം സർഫസിലാണ് അവർ കളിക്കുന്നതെന്ന്. കലൂരേക്ക് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്കൊരു ബെറ്റർ പ്ലേയിങ് സർഫസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടീം വളരെ ക്വിക്കായിട്ട് ബോൾ മൂവ് ചെയ്യും, നല്ലോണം അറ്റാക്ക് ചെയ്യും, ഫ്രണ്ട് ഫുട്ടിൽ തന്നെ കളിക്കും. ആൻഡ് അവർ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നോ അതിലെല്ലാം ലുങ്ഡിമിന്റെ ഒരു വലിയ പങ്കുണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവും. അതുകൊണ്ട് തന്നെ ഈ പ്ലെയറിനെ പിടിച്ചു കെട്ടുക എന്നുള്ളത് നവോച്ച സിംഗിന്റെ ഉത്തരവാദിത്വമായിരിക്കും. അതൊരു തീ പാറുന്ന ബാറ്റിൽ തന്നെയായിരിക്കും. കാരണം നമുക്കറിയാം ഈ രണ്ട് പ്ലെയേഴ്സും ഒരു ഫൈറ്റിൽ നിന്നും ബാക്ക് ഡൗൺ ചെയ്യാത്ത രണ്ട് താരങ്ങളാണ്. നവോച്ചനെ നമുക്കറിയാം വളരെ അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പുറത്ത് ലുങ്ഡിമും അങ്ങനെ തന്നെയാണ്. ആരായിട്ട് എപ്പോൾ വേണമെങ്കിലും ഏണി വെക്കാം, ആരെയും പ്രഷറിലാഴ്ത്താം. ഒരു ഫൈറ്റിൽ നിന്നൊന്നും ലുങ്ഡിം ഒന്നും ഒരിക്കലും പിന്മാറില്ല. ആരെങ്കിലും ഇങ്ങോട്ട് അഗ്രസീവ് ആയി കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് 2x അഗ്രസീവ് ആവും. അതാണ് ആ മുതലിന്റെ മെന്റാലിറ്റി. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്റിൽ ആര് ജയിക്കുന്നോ അതൊരു പക്ഷേ ഈ മത്സരത്തിന്റെ റിസൾട്ടിനെ തന്നെ അഫക്ട് ചെയ്തേക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, നവോച്ചനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ആ ഒരു ഡിസിപ്ലിനറി ഇഷ്യൂവിനെ കുറിച്ച് തന്നെയാണ്. പല നിമിഷങ്ങളിലും നവോച്ചയ്ക്ക് ആ ഒരു കൺട്രോൾ പോയി യെല്ലോ കാർഡുകളും റെഡ് കാർഡുകളും ഒക്കെ മേടിച്ച സിറ്റുവേഷനുകൾ നമുക്കറിയാം. ഈ ഒരു മത്സരത്തിൽ ഞാൻ ഉറപ്പ് പറയുന്നു ലുങ്ഡിം എന്തായാലും നവോച്ചനെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അവർ തമ്മിലൊരു ബാറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വരികയാണെങ്കിൽ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരസുകയാണെങ്കിൽ അവിടെ ലുങ്ഡിം എന്തായാലും നവോച്ചനെ പ്രൊവോക്ക് ചെയ്യും. നവോച്ച ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, ലൈക്ക് ആ ഒരു അതിര് വിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ആ ഒരു ഇമോഷൻ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ നവോച്ചയുടെ നിന്ന് ചില മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു റെഡ് കാർഡോ അല്ലെങ്കിൽ ഓവർ കമ്മിറ്റ് ചെയ്ത് ബാക്കിൽ സ്പേസ് ലീവ് ബിഹൈൻഡ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം പഞ്ചാബിൻ്റെ ആ ഒരു ക്വാളിറ്റി, വിങ്ങേഴ്സിൻ്റെ അകത്ത് നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സാണ്. അവർ ഇൻ ബിഹൈൻഡ് ഒക്കെ റണ്ണുകൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നവോച്ച ആ ഒരു ഡിസിപ്ലിനറി സംഭവം മനസ്സിൽ എപ്പോഴും വെച്ച് കളിക്കണം. ലുങ്ഡിമിന്റെ പ്രലോഭനങ്ങളിൽ വീഴാണ്ടിരിക്കുക. ആ വിങ്ങിൽ ലുങ്ഡിം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അറ്റാക്കിംഗ് പ്ലെയറിനും ഒരുപക്ഷെ ഒരുപാട് ഡിഫെൻസീവ് ഡ്യൂട്ടി എടുക്കേണ്ടി വരും. ബിക്കോസ് അറ്റ്ലീസ്റ്റ് രണ്ട് പ്ലെയറിനെയൊക്കെ വെച്ച് പ്രഷർ ചെയ്താലേ ഈ പ്ലെയറിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയ്ക്കും ക്വാളിറ്റി ആയിട്ടുള്ള പെർഫോമൻസുകൾ ലുങ്ഡിം ഈ സീസണിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സീസണിൽ ഒരുപാട് റൈറ്റ് ബാക്കുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിഖിൽ പുജാരി, അഭിഷേക് മേത്തൈ, വാൽപൂയ, അങ്ങനെ എത്ര താരങ്ങൾ. അതിലേക്ക് ലുങ്ഡിമിനെയും കൂടെ ആഡ് ചെയ്യുകയാണ്. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ ഏത് പ്ലെയറിനെയും ലുങ്ഡിമിന്റെ ഡേ ആണെങ്കിൽ ലുങ്ഡിമിന് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ ഒരു സംശയമില്ല. അത്രയും ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ ലുങ്ഡിം നവോച്ച ബാറ്റിൽ നമ്മൾ ജയിക്കണമെന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസൾട്ടിന് അനിവാര്യമാണ്. ഇതാണ് ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെതിരെ ഒരു റിസൾട്ട് കണ്ടെത്തണമെങ്കിൽ ജയിക്കേണ്ട 3 പ്ലെയർ ബാറ്റിലുകൾ. എന്തായാലും ഈ മത്സരത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ പ്രഡിക്റ്റഡ് ലൈനപ്പും നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഈ മത്സരത്തിന് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.